പുഷ്പ 2ന്റെ ട്രെയിലർ റിവ്യൂ ആണ് ആൻഡ് റിയാക്ഷൻ. പുഷ്പ 2 റൂട്ട് ട്രെയിലർ, അതിൻ്റെ ഒരു ട്രെയിലർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ കാണാനും, അത് നമ്മുടെ ഈ ചാനൽ ഡെയിലി ബ്ലോഗ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. നമ്മുടെ ടോപ്പ് 10 യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇതുപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ നമ്മളിടുന്ന ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ സപ്പോർട്ട് അത് നമ്മുടെ ചാനലിന് ഏറ്റവും വലിയ പിൻബലമാണ്. അതാണ് നമുക്ക് വേണ്ടത്, നിങ്ങളുടെ സ്നേഹം. ആ സ്നേഹമാണ് നമ്മുടെയും നിങ്ങളുടെയും ഒരു പവർ. ആ ഒരു പവറാണ് ജനങ്ങൾക്ക് മുന്നിൽ നമ്മളും നിങ്ങളും എന്ന ഇല്ലാതെ നമ്മൾ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം ആകുന്നത്. പുഷ്പ 2, അതായത് ആ ഒരു സിനിമ മലയാളികളിലേക്കും ഇന്ത്യൻ സിനിമയിലേക്കും ഒരു ആക്ഷൻ ഡ്രാമ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സിനിമ. ദ ക്ലാഷ് ഓൺ പുഷ്പ ആൻഡ് ബഹൻവാർ സിംഗ്. അതിന്റെ കണ്ടിന്യൂ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സുകുമാരൻ റൈറ്റിംഗ് സുമായി സഹകരിച്ച് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച സുകുമാര രചനയും സംവിധാനം നിർവഹിക്കുന്ന വരാനിരിക്കുന്ന ഇന്ത്യൻ തെലുങ്കു ഭാഷ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് പുഷ്പ 2 ദി റൂൾ. അല്ലു അർജുൻ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ പ്രധാന വേഷത്തിൽ ഫഹദ് ഫാസിൽ, രശ്മിക മന്ദന എന്നിവരുമുണ്ട്. 2021 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്, നമ്മുടെ മുന്നിൽ എത്തിയത്. അപ്പോ പുഷ്പ 2 എന്ന് പറയുന്ന ഈ സിനിമ, അത് ചന്ദനം എന്ന് പറയുന്ന ഒരു വാറാണ്. അതിൽ നിന്ന് അവിടെ ഉണ്ടായ ആ മോഷണ കേസിലെ കുറെ വില്ലനായി വരുന്നത് ഫഹദും നായകനായി വരുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയിലെ അല്ലു അർജുൻ. അപ്പോ രശ്മിക മന്ദാന പ്രധാന റോളിൽ വരുന്നു. അല്ലറ പല കാമിയോ റോളും ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ നമുക്ക് സിനിമയുടെ ട്രെയിലർ ഒന്ന് കാണാം. എങ്ങനെയാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഡിസംബർ 5 ചിലപ്പോൾ റിലീസാവാം. എപ്പോഴാണത് നമ്മുടെ മുന്നിൽ എത്തുക എന്നത് എല്ലാം ട്രെയിലറിൽ വിശദമായി പറയുന്നതായിരിക്കും. നമുക്ക് ട്രെയിലറിലേക്കൊന്ന് പോവാം. നമുക്കത് കണ്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോ പുഷ്പന്റെ ആ വരവും ഇതൊക്കെ നമുക്കും അറിയാലോ. എങ്ങനെയാണ് പുഷ്പ 2 5th അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത്. ഡിസംബർ 5 ചിലപ്പോൾ തിയേറ്ററിൽ എത്താം. അപ്പോ സിനിമയുടെ ഫുൾ കണ്ടപ്പോ ഒരു വണ്ടർഫുൾ സിനിമ ആകും എന്ന പ്രതീക്ഷയുമുണ്ട്. കാരണം പുഷ്പ 1 എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്നതോ അതുപോലെ ചെറിയ രീതിയിലെങ്കിലും പുഷ്പ 2 മാറ്റം കൊണ്ടുവരണം. കാരണം സിനിമ അതൊരു പാഷനാണ്, ഒരു ഡ്രീമാണ്, മറ്റുള്ളവരുടെ ആസ്വാദനം എത്തിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ലോകമാണ്. ആ ഒരു പർപ്പസ് അതെന്നും ഒരു സിനിമക്ക് ഉണ്ടാവണം. ഇപ്പോ കങ്കുവാറൊക്കെ സിനിമ വന്നിട്ട് ഞാൻ കണ്ടില്ല, പക്ഷെ അത് കാണാൻ തന്നെ മൂഡില്ലാതായി. ആ സിനിമക്ക് വന്ന ഒരു ബ്ലാക്ക് ഇമേജ്, അതായത് ആ സിനിമക്ക്
ഹൈപ്പ് കൂടിയാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് കങ്കുവക്ക് സംഭവിച്ചിരിക്കുന്നത്. അതും ഇതുപോലെ ഇന്ത്യൻ സിനിമയാണ്. അപ്പോൾ സിനിമയിൽ പരാജിതമായ മുഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കരുതലെടുക്കണം. ഓരോ സിനിമവും ബിസിനസ് മാത്രമല്ല, ഓരോ മെസ്സേജും കൂടിയാണ്. പുഷ്പയിലും അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായതുകൊണ്ടാണ് പാർട്ട് 2ലേക്കും കടക്കാൻ സാധിച്ചത്. അതിപ്പോ ബാഹുബലിയിൽ കണ്ടിട്ടില്ലേ? 2 എന്തുകൊണ്ട് നിർമ്മിക്കണമെന്നത് ഫസ്റ്റിന്ന് തന്നെ തീരുമാനമായിട്ടുണ്ടാവും. അപ്പൊ 2 വരണമെങ്കിൽ അതിലെന്തെങ്കിലും ഡെപ്ത് ഉണ്ടാവും. അങ്ങനെ വെറുതെ ഒരു സിനിമ വരില്ല. 2ാം ഭാഗം എന്നൊക്കെ പറയണമെങ്കിൽ ആ സിനിമക്ക് 2ാം ഭാഗത്തിൽ പറയാൻ എന്തെങ്കിലും വേണം. അപ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി പുഷ്പക്ക് കുറച്ച് കൂടുതൽ വാറാണ്. അതായത് ഇവിടെ പുഷ്പയുടെ സമയമാണ്. മറ്റെല്ലാ ഇൻഡസ്ട്രിയിലെ രാജാക്കന്മാരെയൊക്കെ തള്ളി അല്ലു അർജുൻ ദ ഇന്ത്യൻ സ്റ്റാർ, അത് ഐക്കൺ, യൂത്ത് ഐക്കൺ ആണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമ എന്ന കാലഘട്ടത്തിൽ നമ്മൾ ഹാപ്പി എന്ന സിനിമ കണ്ടെത്തി തൊട്ട് അവിടെ നിന്നിങ്ങോട്ട് അല്ലു അർജുന്റെ ഒരു മെയിൻ ഫാനാണ് ഞാൻ. അത്രയും അദ്ദേഹത്തിന്റെ സിനിമ കാണാനിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പറയാണ്. നമുക്കൊക്കെ അല്ലു അർജുന്റെ പടം എന്ന് പറയുന്നത് ഒരു വളരെ നമുക്കൊരു എനർജി കിട്ടുന്നത് പോലെയാണ്. അദ്ദേഹത്തിന്റെ സിനിമ കണ്ട് കഴിഞ്ഞാലുള്ള ഒരു ഫീലാണ് ഞാൻ പറയുന്നത്. അത് അല്ലു അർജുനും ഫഹദുമായി ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നേരിട്ട് വന്നപ്പോൾ, ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ ഫാസിലിന്റെ മകൻ, അദ്ദേഹം സിനിമയിൽ 2ാമത് ചുവട് വെച്ച് ഗ്രേറ്റ് ഓഫ് പൂനെയിലേക്ക് പഠിച്ച് തിരിച്ചു വന്ന് ഗംഭീര തിരിച്ചു വന്ന ഒരു ആക്ടറും കൂടിയാണ്. നസ്രിയെ വിവാഹം കഴിച്ച് അവിടുന്ന് തുടങ്ങിയതാണ് ഫഹദിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഫഹദ് മലയാളത്തിനും മറ്റ് ഭാഷകൾക്കും ഗംഭീര നടനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് മൂവിയും കൂടിയാണ്. ഒരു വില്ലൻ എന്ന കഥാപാത്രത്തിൽ ഫഹദ് തെളിങ്ങിയത് പുഷ്പ എന്ന ഒറ്റ ചിത്രത്തിൽ മാത്രമാണ്. അപ്പോൾ ഓരോരോ വ്യക്തിക്ക് ഓരോരോ കാരിയർ ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ് പുഷ്പക്ക് ഒരു കാരിയർ ഉണ്ടാവും. അതിന്റെ ഒരുപാട് ബഡ്ജറ്റൊക്കെയാണ് ഈ ഒരു സിനിമക്ക് പുഷ്പ 2 ഉണ്ടാവുക. അപ്പോൾ ആ ബഡ്ജറ്റിന് ഒത്തുവരുന്ന ഒരു സിനിമയാവണം ഇത്. ഇല്ലെങ്കിൽ പ്രേക്ഷകർ, നമ്മൾ കാണുന്ന കാണികൾക്കും ഒരു ബോറടിയാവും. ഇത് സുകുമാരൻ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ തിരക്കഥ എഴുതുന്നത്. പ്രൊഡ്യൂസർ നവീൻ. അങ്ങനെയാണ് ശങ്കർ ഓഫ് മൈത്രി മൂവി മേക്കേഴ്സ്, അസോസിയേഷൻ വിത്ത് സുകുമാരൻ. അപ്പോ ഈ ഒരു സിനിമ ഫഹദ് ഫാസിൽ, രശ്മിക മന്ദന, ധനുജയ് റാവോ, രമേശ് സുനിൽ, അനുസൂയ, അങ്ങനെ പലരും ഇതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സിനിമ ആ ഒരു ലെവലിൽ തന്നെ എത്തണം. ഹൈപ്പ് എന്ന നിലയിലല്ല, ആ ഒരു ആക്ഷൻ മൂവി എന്ന നിലയിൽ തന്നെ. അപ്പോഴേ പുഷ്പ എന്ന ഒരു സിനിമയ്ക്ക് ജീവന്റെ തുടിപ്പുണ്ടാവും. അത് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. 2ാം ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു 2ാം ജന്മം കൂടി കിട്ടുകയാണ് പുഷ്പക്ക്. അപ്പോൾ ആ ഒരു ജന്മത്തിൽ ഈ ജന്മം തീരാതെ അടുത്ത ജന്മങ്ങളും തുടരാനുള്ള എന്തെങ്കിലും ബാക്കി ഇട്ടേക്കണം. ഒരു സിനിമ തീർന്നു പോകരുത് എന്ന് ചിന്തിക്കുന്നവരാണ് പ്രേക്ഷകർ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കുക എന്നത് ഒരു സിനിമയുടെ വലിയൊരു ക്രെഡിബിലിറ്റി തന്നെയാണ്. ആ ഒരു ക്രെഡിബിലിറ്റി ഈ ഒരു സിനിമ താങ്ങണം. ഈ ഒരു സിനിമ താങ്ങിയേ പറ്റൂ. അതാണ് വിസ്മയമായി മാറുന്നത്. അപ്പോൾ അല്ലു അർജുന്റെ സിനിമ കാത്തിരിക്കുന്ന യൂത്ത് ഐക്കൺ സ്റ്റാർ എന്ന് പറയുന്ന ആ പേര് തന്നെ മാറി ഒരു ഇന്റർനാഷണൽ പടമായി മാറും എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെയിറ്റ് ആൻഡ് സീ. ബൈ ഫോർ.